എനിക്ക് allotted topics JE and West Nile fever ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇത് രണ്ടും ഒരു എന്താ മെയിൻലി സൂനോട്ടിക് ഡിസീസ് ആണ്. പക്ഷെ ഒരു ഡയഗ്നോസ്റ്റിക് ഡിഫിക്കൽറ്റി ഉള്ള ഡിസീസ് ആണ്. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും കുറച്ച് ഡിഫിക്കൽറ്റി ഉള്ളതാണ്. പക്ഷെ മോർട്ടാലിറ്റി അല്ലെങ്കിൽ ലൈഫ് ലോങ് മോർബിഡിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുള്ള രണ്ട് ഡിസീസ് ആണ്. അപ്പൊ ഫസ്റ്റ് ഞാൻ ജാപ്പനീസ് എൻകെഫലൈറ്റിസിലോട്ടാണ് പോകുന്നത്. ഇത് ഒരു എന്താ ക്യൂലെക്സ് മസ്കിറ്റോ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മസ്കിറ്റോ ബോൺ ഡിസീസ്. ഇറ്റ് ഇസ് പ്രൈമർലി എ സൂനോട്ടിക് ഡിസീസ്, but it affects the central nervous system and it can cause severe complications and even death. ഇതിന്റെ ഒരു peculiarity എന്ന് പറയുന്നത് this is one of the most important cause of viral encephalitis. At the same time, it is one of the preventable 100% preventable viral encephalitis. അത് കാര്യം വൈറൽ എൻകെഫലൈറ്റിസിനെ സംബന്ധിച്ചിടത്തോളം പല സാധനത്തിനും നമുക്കൊരു പ്രിവെൻഷൻ ഇല്ല. ക്യൂലെക്സ് മസ്കിറ്റോസ് ആണ്. അപ്പോ ഇപ്പോ ഈ സീസൺ എന്ന് പറയുന്നത് നമ്മുടെ ജൂൺ മുതൽ മഴക്കാലം, മഴ കഴിഞ്ഞിട്ടുള്ള കാലം എന്ന് പറയുന്നത് മസ്കിറ്റോ ബോൺ ഡിസീസസിന്റെ ഒരു മേജർ ഔട്ട് ബ്രേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സമയമാണ്. മെയിൻലി നമ്മുടെ ഒരു മെയിൻ ഫോക്കസ് ഡെങ്കി ആണെങ്കിൽ പോലും ഡെങ്കിനൊപ്പം തന്നെ ഈ മസ്കിറ്റോ ബോൺ ഡിസീസിന്റെ കൂടെ ഈ സാധനം അങ്ങ് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു RNA വൈറസ് ആണ്, ഒരു ഫ്ലാവി വൈറൽ ഡിസീസ് ആണ്. ഒരു സീറോ ടൈപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ there are identified 5 genotypes are there. അപ്പോൾ ഒരു കൺട്രിയിൽ ജീനോടൈപ്പ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ വാക്സിൻ ഈ ജീനോടൈപ്സിനെല്ലാം ഇഫക്റ്റീവ് ആണ്. ഇതിന്റെ ഒരു നമ്മളിപ്പോ ഡിസീസ് പ്രിവെൻഷൻ നോക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എല്ലാ ഇൻഫെക്റ്റഡ് ആൾക്കാരും മാനിഫെസ്റ്റ് ചെയ്യത്തില്ല. 1 in 250 to 1 in 1000 മാത്രമേ ഡിസീസ് ഡെവലപ്പ് ചെയ്യുള്ളൂ. നമ്മുടെ സിസ്റ്റത്തിൽ ഏകദേശം ഒരു 50,000 കേസസ് വേൾഡില് ആനുവലി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ 1/3 ഡെത്തും വരുന്നുണ്ട്. ഇൻസിഡൻസ് വേരീസ് ഫ്രം 10 to 100 per lakh പോപ്പുലേഷൻ ആണ്. കേസ് ഫെറ്റാലിറ്റി റേറ്റ് ഏകദേശം 30% ആണ്. അതായത് ഒരാൾക്ക് only 1 in 1000 will manifest, but among the manifested people 1/3 will end up in mortality. റിമൈനിങ് 1/3 സീരിയസ് സെക്യുലേ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിന്റെ പ്രിവെൻഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഒന്നുകിൽ ലൈഫ് ലോങ് നമുക്കൊരു എന്താ കെയർ ആൻഡ് സപ്പോർട്ട് വേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ എത്ര മെറ്റിക്കുലസ് ആയിട്ടുള്ള കെയർ കൊടുത്താൽ പോലും മോർട്ടാലിറ്റി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ വേൾഡിലെ ഒരു ജിയോഗ്രാഫിക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ആ ഒരു സിനാരിയോ റിസ്ക് ഓഫ് JE ഇൻഫെക്ഷൻ നോക്കുകയാണെങ്കിൽ വേൾഡിലെ ഒരു ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ എൻഡമിക് ഏരിയയിലാണ്, അല്ലെങ്കിൽ റിസ്ക് ഓഫ് ഗെറ്റിംഗ് JE ഇൻഫെക്ഷൻ ആണ്. അതിനകത്ത് 24 കൺട്രീസിൽ ഇപ്പോഴും ഓൾറെഡി എൻഡമിക് ഡിസീസ് ആണിത്. ബട്ട് ദ ആനുവൽ ഇൻസിഡൻസ് ഓരോ കൺട്രി ടു കൺട്രി വേരി ചെയ്യുന്നുണ്ട്. ഓരോ കൺട്രിയിൽ സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് വേരി ചെയ്യുന്നുണ്ട്. ഓരോ സ്റ്റേറ്റിലും ഡിസ്ട്രിക്ട് ബൈ ഡിസ്ട്രിക്ട് വേരി ചെയ്യാമെന്നുള്ള ഡിസീസ് ആണ്. ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് ഇപ്പോ സ്ക്രബ് ടൈഫസ് കണ്ടപ്പോഴും നിങ്ങൾ ഫെമിലിയർ ആയി. കാര്യം ഏത് വെക്ടർ ബോൺ ഡിസീസ് എല്ലാം ഈ ഒരു ഏരിയയിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലോട്ട് കണ്ടിന്യൂ ചെയ്യും. ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 15 to 30 ഡിഗ്രി സെന്റിഗ്രേഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഉള്ള ഒരു ഏരിയ ആണ്. ആ ഒരു സ്ട്രെച്ച് എന്ന് പറയുന്നത് എല്ലാ വെക്ടേഴ്സിനും വളരെ എന്താ ഫേവറബിൾ ആയിട്ട് അതിന്റെ ബ്രീഡിങ്ങിനും ഡെവലപ്മെന്റിനും ഫേവറബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണ്. അപ്പൊ ആ സ്ഥലങ്ങളിലെല്ലാം ഈ വെക്ടർ ബോൺ ഡിസീസ് വെക്ടേഴ്സ് പ്രോളിഫറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ വെക്ടർ ബോൺ ഡിസീസിന്റെ ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷെ നമ്മുടെ കൺട്രി എടുത്താൽ ഇപ്പോ 19 സ്റ്റേറ്റ്സിലായിട്ട് ഇത് സ്പ്രെഡ് ഔട്ട് ചെയ്ത് കിടക്കുകയാണ്. നോക്കിയാൽ തന്നെ അറിയാം സദേൺ പാർട്ട് മുഴുവൻ അങ്ങ് പച്ച കളറിൽ കിടക്കുവാണ്. അതിനകത്ത് 19 states with 181 districts actually reported JE so far. അതുകൊണ്ട് തന്നെ 2016 തന്നെ ഗവൺമെന്റ് ഇതൊരു നോട്ടിഫയബിൾ ഡിസീസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഒറിജിനലി ഇറ്റ് സ്റ്റാർട്ടഡ് 1953 സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും ലോക്കലൈസ്ഡ് ആയിട്ട് ഡിസ്ട്രിക്ട്സിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2005 വരെ അങ്ങനെ നിന്നു, സ്പൊറാഡിക് കേസസ് ആയിട്ട് നിന്ന് 2005 ആയപ്പോൾ നമുക്കൊരു മേജർ ഔട്ട് ബ്രേക്ക് ഇന്ത്യയിൽ ഉണ്ടായി. ആ മേജർ ഔട്ട് ബ്രേക്ക് വന്ന കൺട്രി സ്റ്റേറ്റ്സ് ആൻഡ് ഡിസ്ട്രിക്ട്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് തന്നെയാണ് അവിടെ ഒരു മാസീവ് വാക്സിനേഷൻ ക്യാമ്പയിൻ കൊണ്ടുവന്ന ആസ് എ കണ്ടെയ്ൻമെന്റ് സ്ട്രാറ്റജി. മാസീവ് വാക്സിനേഷൻ ക്യാമ്പയിൻ 2016-17 ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ലേറ്റർ ഒരു ഫേസ്ഡ് മാനറിൽ ഇംപ്ലിമെന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വാക്സിനേഷൻ ഈ എൻഡമിക് സ്റ്റേറ്റ്സിലെല്ലാം ഓർ ഡിസ്ട്രിക്ട്സിലെല്ലാം വാക്സിനേഷൻ ഒരു മാൻഡേറ്ററി പ്രോഗ്രാം ആയിട്ട് കൊണ്ടുവന്ന്, ബിക്കോസ് വാക്സിനേഷൻ ഇസ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് സ്ട്രാറ്റജി അഗൈൻസ്റ്റ് JE. ഇതൊരു സീസണൽ ഡിസീസ് ആണ്. മൺസൂൺ ആൻഡ് പോസ്റ്റ് മൺസൂൺ ആണ് എപ്പോഴും ഒരു ത്രെട്ടുള്ള പീരീഡ്. സ്പൊറാഡിക് കേസ് എൻഡമിക് ഡിസ്ട്രിക്റ്റില് സ്പൊറാഡിക് കേസസ് ത്രൂ ഔട്ട് ദ ഇയർ സ്പൊറാഡിക് കേസസ് വരാം. ഹൈ റിസ്ക് പീരീഡ് എന്ന് പറയുന്നത് റെയിനി സീസൺ ആൻഡ് മൈഗ്രേറ്ററി ബേർഡ് പാറ്റേൺ, മൈഗ്രേറ്ററി ബേർഡ്സിന്റെ വിസിറ്റ്സ് ഉള്ള സമയങ്ങളിലാണ്. It is a primary disease of rural, semi-urban and agricultural areas.
നമ്മുടെ നാട്ടില് ഹൈ റിസ്ക് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ ബിലോ 15 years ആണ്. ഓൾമോസ്റ്റ് 2/3 of the cases are occurring among children below 15 years. 10% of the cases above 60 നമ്മൾ കാണുന്നുണ്ട്. This is some notorious vector which transmits. ക്യൂലെക്സ് വിഷ്ണുവായി ഗ്രൂപ്പിൽ പെടുന്ന മസ്കിറ്റോസ് ആണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന വെസ്റ്റ് നൈലും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇതേ ഗ്രൂപ്പ് ഓഫ് മസ്കിറ്റോസ് ആണ് ക്യൂലെക്സ് ടൈറ്റനോറിൻകസ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പാഡി ഫീൽഡ്സിലാണ് വളരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഇറാഡിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ ഡെങ്കിക്ക് പറയുന്നത് പോലെ സോഴ്സ് റിഡക്ഷൻ അത്രമാത്രം ഇഫക്റ്റീവ് അല്ല. കാര്യം ഈ പാഡി ഫീൽഡ്സിൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ പാഡി വളരുള്ളൂ. വെള്ളം ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ മസ്കിറ്റോ വളരില്ല, പക്ഷെ പാഡിയും വളരില്ല. അത് കാരണം തന്നെ നമുക്ക് ഒരു ലോക്കലൈസ്ഡ് അല്ലെങ്കിൽ സോഴ്സ് റിഡക്ഷൻ ആക്ടിവിറ്റീസ് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ടി വരും ടു കൺട്രോൾ ജെയ്. ഒരു എൻഡമിക് ഏരിയയിൽ ഔട്ട് ബ്രേക്ക് നടക്കുന്ന ഒരു സമയത്ത് up to 3% of the vectors can be infected and ഈ ഒരു മസ്കിറ്റോ എന്ന് വെച്ചാൽ മെയിൻലി എ സൂഗിലിക് മസ്കിറ്റോ ആണ്. ദീസ് മസ്കിറ്റോസ് ആക്ച്വലി പ്രിഫർ ടു ബൈറ്റ് അനിമൽസ് ആൻഡ് വൈൽഡ് ബേർഡ്സ്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബീയിങ്സും അതർ മാമൽസ് ആക്സിഡന്റൽ ഒരു ഹോസ്റ്റ് ആയിട്ടാണ് മാറുക. ഇത് വൈറസ് ഒരു ഇൻഫെക്റ്റീവ് ഫീഡ് കഴിഞ്ഞാൽ യൂഷ്വലി ഏത് മസ്കിറ്റോ ബോൺ ഡിസീസിന് ഇറ്റ് വിൽ ടേക്ക് അബൌട്ട് 2 weeks the mosquito become infective. ആ ഇൻഫെക്റ്റീവ് മസ്കിറ്റോയെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ കടിക്കുന്നവർക്കെല്ലാം ഈ വൈറസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാം. അത് ഡെങ്കിക്ക് ആയിരുന്നാലും ചിക്കൻ ഗുനിയ, സിക്ക, നമ്മുടെ ജെഇ, വെസ്റ്റ് നൈൽ ഫീവർ, ഇതിനകത്ത് എല്ലാത്തിനും ഇതേ ക്യാരക്ടറാണ്. മസ്കിറ്റോയുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2 weeks തന്നെയാണ്. അതിന്റെ മസ്കിറ്റോയുടെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 1 month ആണ്. ബട്ട് മസ്കിറ്റോ അനുസരിച്ച് ചില കാര്യങ്ങൾ വ്യത്യാസം വരും. ഇതൊരു സ്ട്രോങ് വിങ്സ് ഉള്ള മസ്കിറ്റോ ആണ്. ഇറ്റ് ക്യാൻ ഫ്ലൈ അപ് ടു 1 to 3 kilometers ആണ്. അതിന്റെ ഒരു ഡേഞ്ചർ എന്ന് പറയുന്നത് ഒരു ഇൻഫെക്റ്റഡ് മസ്കിറ്റോ ഉണ്ടെങ്കിൽ അതൊരു 1 month ജീവിക്കുകയും ഈ 1 month മനുഷ്യരെ അല്ലെങ്കിൽ അനിമൽസിനെ കടിക്കാൻ പറ്റുകയും അത് ഒരു 3 kilometer വരെ പറക്കാൻ പറ്റുകയും ചെയ്യാന്ന് പറയുന്നത് അത്രയും ഒരു വൈഡ് ഏരിയയിൽ ഇത് ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു മസ്കിറ്റോ ആണ്. ഇതാണ് യൂഷ്വൽ സൈക്കിൾ ഓഫ് ട്രാൻസ്മിഷൻ. യൂഷ്വലി ദ വൈറസ് ഈസ് മെയിൻറ്റെയിൻ ബിറ്റ്വീൻ ദീസ് ബേർഡ്സ് ആൻഡ് മസ്കിറ്റോസ്. അതൊരു നാച്ചുറൽ സൈക്കിൾ അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ പിഗ് പോപ്പുലേഷൻ ആക്ച്വലി ഗെറ്റ്സ് എ ഇൻഫെക്ഷൻ. പിഗിന്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ബേർഡ്സും പിഗ്സിന്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത് വൈറസ് മൾട്ടിപ്ലൈഡ് വൈറസ് ഉണ്ടെങ്കിൽ ഇതിന് മാനിഫെസ്റ്റ് ചെയ്യത്തില്ല. മാനിഫെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതിന്റെ കോൺസിക്വൻസസ് ഒന്നും ഈ അനിമൽസിന് വരില്ല. സോ ഈ അനിമൽസ് അല്ലെങ്കിൽ ബേർഡ്സ് ഒരു കോമൺ നാച്ചുറൽ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആയിട്ട് ആക്ട് ചെയ്യും. ആ സോഴ്സ് ഓഫ് ഇൻഫെക്ഷന് മസ്കിറ്റോസിന് കിട്ടിക്കഴിഞ്ഞാൽ മസ്കിറ്റോസിന് ഈ അനിമൽസുമായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഫീൽഡിൽ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഈ ഇൻഫെക്റ്റഡ് മസ്കിറ്റോയുടെ ബൈറ്റ് കിട്ടും. പക്ഷെ ഹ്യൂമൻ പോപ്പുലേഷൻ ഹോഴ്സസിന് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മാനിഫെസ്റ്റേഷൻ വരുന്നുണ്ട്. എൻകെഫലൈറ്റിസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹ്യൂമൻ ബീയിങ്സിനും ഇൻഫെക്ഷൻ കിട്ടാം. പക്ഷെ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഹോഴ്സസ് ആക്സസ് ഡെഡ് ആൻഡ് ഹോസ്റ്റ്. കാര്യം അത്രയൊരു ഹൈ ലെവൽ ഓഫ് വൈറീമിയ വരാത്തത് കൊണ്ട് തന്നെ ഈ ഹ്യൂമൻ ബീയിങ്സിൽ നിന്ന് മസ്കിറ്റോയിലോട്ട് തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ആ ഹോസ്റ്റിന്റെ ഒരു സൈക്കിൾ ഓഫ് ട്രാൻസ്മിഷൻ ഹ്യൂമൻ ബീയിങ്സിൽ കിട്ടി അത് അവിടെ കൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഹ്യൂമൻ ബീയിങ്സ് ഡെഡ് ആൻഡ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. പിഗിനെ സംബന്ധിച്ചിടത്തോളം പിഗ്സ് ഇൻഫെക്ഷൻ കിട്ടിയാൽ അത് മാനിഫെസ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ വൈറസ് അബണ്ടന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അത് ഒരു കോൺസ്റ്റന്റ് സോഴ്സ് ഓഫ് വൈറസ് ടു ദ മസ്കിറ്റോ. ഇറ്റ് വിൽ റിമെയിൻ ആസ് എ കോൺസ്റ്റന്റ് സോഴ്സ് ഓഫ് വൈറസ് ടു ദ മസ്കിറ്റോസ്. അതുകൊണ്ട് ട്രാൻസ്മിഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പിഗ് പോപ്പുലേഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വൈറസ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടും ജെഇയും വെസ്റ്റ് നൈലും ഒരു ട്രാൻസ്ഒവേറിയൽ ട്രാൻസ്മിഷന് പോസിബിലിറ്റി ഉള്ള വൈറസ് ആണ്. അതുകൊണ്ട് ഒരു ഏരിയയിൽ കേസ് ഇല്ലെങ്കിൽ പോലും അവിടെയുള്ള മസ്കിറ്റോസ് ഇൻഫെക്റ്റഡ് ആയ അതിന്റെ സക്സസീവ് ജനറേഷൻസും ഇൻഫെക്റ്റഡ് ആയിട്ട് തന്നെ നിൽക്കാൻ പറ്റും. ഡൊമസ്റ്റിക് അനിമൽസില് ഇത് വരാം, പക്ഷേ അതൊരു കോൺസ്റ്റന്റ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആയിട്ട് പറയുന്നില്ല. മാൻ ടു മാൻ ട്രാൻസ്മിഷൻ സോ ഫാർ നോട്ട് ഡോക്യുമെന്റഡ്. മാൻ ടു മാൻ ട്രാൻസ്മിഷൻ കാറ്റൽ പോപ്പുലേഷനിലും ഹ്യൂമൻ ബീയിങ്സിനെ പോലെ തന്നെ വൈറസ് ഇൻഫെക്ഷൻ വരാം. പക്ഷെ ബട്ട് അത് ഒരു ഡെഡ് ആൻഡ് ഹോസ്റ്റ് ആയിട്ട് തന്നെ നിൽക്കാം. അതുകൊണ്ട് അതൊരു ട്രാൻസ്മിഷൻ സൈക്കിളിൽ ഒരു മെയിൻ ഒരു റോൾ അതിനകത്തില്ല. പിന്നെ ജെഇയെ സംബന്ധിച്ചിടത്തോളം 2 weeks ആണ് ഇൻക്യുബേഷൻ പീരീഡ്. ഈ നേരത്തെ പറഞ്ഞ പോലെ 1 in 250 to 1 in 1000 മാത്രമേ മാനിഫെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോ ഒരു 1 in 1000 ഇൻഫെക്റ്റഡ് ആവുമ്പോൾ അതിനകത്ത് ഒരാൾ മാത്രമേ മാനിഫെസ്റ്റ് ചെയ്യുള്ളൂ. 999 will be remain asymptomatic but infected.
എല്ലാ ഗ്രൂപ്പ്സ് ഏജ് ഗ്രൂപ്പ്സും സസെപ്റ്റബിൾ ആണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 85% 1 to 15 ഇയേഴ്സിലാണ് കാണുന്നത്. റിമൈനിങ് 10% എബവ് 60 ഇയേഴ്സിലാണ് കാണുന്നത്. ജെഇയെ സംബന്ധിച്ചിടത്തോളം ഈ വൈഡ് സ്പ്രെഡ് സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ റേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു നമ്മുടെ സീറം സാമ്പിൾ സർവേ ഒക്കെ നടത്തി ന്യൂട്രലൈസിങ് ആന്റിബോഡിയുടെ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗുഡ് നമ്പർ ഓഫ് പേഴ്സൺസിന് അല്ലെങ്കിൽ പെർസെന്റേജ് ഓഫ് പേഴ്സൺസിന് ആന്റിബോഡീസ് ഉണ്ടാവാം. ആവറേജ് ഓൺസെറ്റ് സിംറ്റം തുടങ്ങിക്കഴിഞ്ഞാൽ ഇൽനെസ് ഗ്രാജുവലി പ്രോഗ്രസ് ചെയ്യും. ബിക്കോസ് ഇറ്റ് ഇസ് എ വൈറൽ ഡിസീസ്, വി ഡോണ്ട് ഹാവ് എനി സ്പെസിഫിക് ആന്റിവൈറൽ ഡ്രഗ്സ് അഗൈൻസ്റ്റ് ദിസ്. അതുകൊണ്ട് ആവറേജ് ഒരു നമ്മൾ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ആവറേജ് ഡ്യൂറേഷൻ ഓഫ് ലൈഫ് ആഫ്റ്റർ infection till death is around 9 days. Case fatality ഞാൻ പറഞ്ഞതുപോലെ 1/3 നമ്മളെ വളരെ മെറ്റിക്കുലസ് കെയർ കൊടുത്താൽ പോലും up to 1/3 mortality വരാം. This is the progression of the disease. Once the symptom develops 1 to 6 days, up to 1 week ഒരു ഡെങ്കി ലൈക്ക് സിംറ്റം ആയിട്ട് തന്നെ ആയിരിക്കും ഇവിടെ നിൽക്കുക. ഫീവർ, സഡൻ ഓൺസെറ്റ് ഫീവർ, ചിൽസ്, റൈഗർ, ഹെഡേക്ക് ആൻഡ് മയാൾജിയ ആയിട്ട് വരും. That is followed by progression to acute encephalitis stage. അവിടെയാണ് മെന്റൽ റിജിഡിറ്റി ഒക്കെ വരിക. നമുക്കൊരു ഹൈ എൻഡ് കെയർ വേണ്ടി വരുന്നത്, സ്പെഷ്യലൈസ്ഡ് കെയർ വേണ്ടി വരുന്നത് അതാണ്. Then the patient റിക്കവർ ചെയ്യും. ഈവൻ നമ്മുടെ സപ്പോർട്ടീവ് കെയർ കൊടുത്താൽ പോലും മോർട്ടാലിറ്റിക്ക് പോസിബിലിറ്റി ഈസ് 30%. And remaining recovering or the surviving patientsനെ സംബന്ധിച്ചിടത്തോളം residual neurological deficit വരാം. These are the symptoms. Children usually വരുന്നത് tremor, vomiting, irritability, restlessness, headache, change in consciousness വന്നിട്ടാണ് acute encephalitis സ്റ്റേജിലോട്ട് പോവുക. ചിലർ വോമിറ്റിംഗ് കൺവെൻഷൻ ആയിട്ട് കുട്ടികൾക്ക് പ്രസന്റ് ചെയ്യാം. Then during pregnancy, it is JE വന്നു കഴിഞ്ഞാൽ risk of abortion is there, intrauterine infection and spontaneous abortions are there. But third trimester adverse neurological newborn consequences in newborns are not reported. These are the sequelae, mental impairment, severe emotional instability, personality changes ഒക്കെ വരാം ഇതിനകത്ത്. അതുകൊണ്ട് ഒരു റീഹാബിലിറ്റേറ്റീവ് കമ്പോണന്റ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. The diagnosis any viral disease, if you consider നേരത്തെ പറഞ്ഞതുപോലെ viral disease ഏതെടുത്താലും either you have to isolate the virus or you have to identify the genome or IgG 4-fold rise in IgG level നോക്കുക, അല്ലെങ്കിൽ IgM capture ELISA നോക്കുക. നമുക്ക് ഈസി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സിറോളജിക്കൽ ടെസ്റ്റ് ആണ്. സിറോളജി IgM capture ELISA സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം കോവിഡിന് ചെയ്യുന്ന പോലെ തന്നെ IgM ELISA ചെയ്യാം. പക്ഷേ അത് പോസിറ്റീവ് ആവാനായിട്ട് ഒരു 4 to 7 days എടുക്കും. ഈ 4 to 7 days വളരെ ക്രിട്ടിക്കൽ ആണ്. ഒരാൾക്ക് സിംറ്റം വന്നാൽ നമുക്കൊരു ഡെഫിനറ്റ് ഡയഗ്നോസിസ് കിട്ടാനായിട്ട് അതായത് മാനിഫെസ്റ്റേഷൻ തുടങ്ങി 4 to 7 days എടുക്കുക. അപ്പോൾ ഒരു ജെഇ ലൈക്ക് സിംറ്റം ആയിട്ട് വരുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇമീഡിയറ്റ്ലി IgM ELISA നെഗറ്റീവ് ആയാലും അതൊരു പ്രോബബിൾ ഫേസിൽ വെച്ച് തന്നെ നമ്മുടെ ഫോളോ അപ്പ് ചെയ്ത് നോക്കേണ്ടി വരും. റിസ്ക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഇത് വരാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വൈറസ് ട്രാൻസ്മിറ്റിംഗ് വൈറസ് ഒരു സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെക്ടർ പോപ്പുലേഷൻ ആസ് വെൽ ആസ് അനിമൽ പോപ്പുലേഷൻ ആണ്, ബേർഡ്സ് ആൻഡ് ഈ പിഗ്സ് ആണ്. അപ്പൊ പിഗ്സിനെ കെയർ ചെയ്യുന്നവര് മസ്കിറ്റോ ബ്രീഡിങ് ഒത്തിരി കൂടുതലുള്ള അങ്ങനെയുള്ള വാട്ടർ ലോക്ഡ് ഏരിയാസിൽ ക്യൂലെക്സ് മസ്കിറ്റോ ഡെൻസിറ്റി കൂടിയ ഏരിയയിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ അവിടെ കൂടുതലായിട്ട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത്രയും റിസ്ക് കൂടുതലാണ്. എൻഡമിക് ലൊക്കേഷൻസിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിലേക്ക് പോകുന്നതിന് ഒപ്പം തന്നെ നമ്മൾ ഒരു കാര്യം ആലോചിക്കുന്നത് ജെഇ എന്ന് പറയുന്നത് ഡെങ്കി ലൈക്ക് ഒരു സിംറ്റമായിട്ട് മൈൽഡ് പ്രോഡ്രോമൽ സിംറ്റമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഡിസീസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹൈ ലെവൽ ഓഫ് സസ്പെഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള എഫേർട്ട് ഇടുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജെഇ ഔട്ട്ബ്രേക്ക് വരാനുള്ള റെയിനി സീസൺ മൺസൂൺ ആൻഡ് പോസ്റ്റ് മൺസൂൺ സീസണില് ഈ വാട്ടർ ലോക്ഡ് ഏരിയാസും ഈ പാഡി കൾട്ടിവേഷൻ ഉള്ള സ്ഥലത്തും പിഗറീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഒരു സർവീലൻസ് ഒരു ഹൈ എൻഡ് സർവീലൻസിലേക്ക് പോകണം. അവിടെ സസ്പെക്ടഡ് കേസസ് ഉണ്ടെങ്കിൽ അതൊരു എൻഡമിക് ഏരിയ ആണെങ്കിൽ അല്ലെങ്കിൽ എൻഡമിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു ഹൈ റിസ്ക് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഏരിയ ആണ്. അവിടുത്തെ വെക്ടർ സർവീലൻസിന് വെക്ടർ ബ്രീഡിംഗ് എൻഹാൻസ്ഡ് ഡെൻസിറ്റി ഓഫ് വെക്ടർ ആൻഡ് വെക്ടർ ബ്രീഡിംഗ് കൂടുതലാണ്, അല്ലെങ്കിൽ ആംപ്ലിഫൈ ഹോസ്റ്റിന്റെ പോസിബിലിറ്റി ഹോസ്റ്റ് കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ ഒരു പ്രോഡ്രോം സിംറ്റം ഓർ ഈവൻ എ സസ്പെക്ടഡ് കേസ് ഓഫ് AES വന്നാൽ തന്നെ അതൊരു ജെഇ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ചെയ്യണം. ഒരിക്കലും ജെഇക്ക് ഒരു മാസീവ് ഔട്ട് ബ്രേക്ക് നമ്മൾ കാണത്തില്ല. കാരണം ഒരു ഡിസ്ട്രിക്ട് മൊത്തം എഫക്ട് ചെയ്താലും ചിലപ്പോൾ ഒരു 3-4 കേസ് വരുള്ളൂ. ബിക്കോസ് 1 in 1000 will manifest. അതായത് ഒരു കേസ് വന്നാൽ that to be considered as a major outbreak because there will be thousands of
infected persons moving around without any symptoms. അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്ട്രാറ്റജീസിൽ ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം കുറേ കാര്യങ്ങൾ ഉണ്ടാവും. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് JE വാക്സിനേഷൻ. മോസ്റ്റ് ഇഫക്റ്റീവ് സ്ട്രാറ്റജി ഫോർ പ്രിവെന്റിംഗ് JE വാക്സിനേഷൻ. then ഒരു സ്ട്രോങ് സർവീലൻസ് സിസ്റ്റം വേണം. ഈ സർവീലൻസിനകത്ത് ശരിക്കും പറഞ്ഞാൽ AES സർവീലൻസ് നമ്മൾ ചെയ്യണം, വെക്ടർ സർവീലൻസ് ചെയ്യണം, then വെറ്ററിനറി സർവീലൻസും അതിനോടൊപ്പം തന്നെ കൊണ്ടുപോകണം. then ആക്റ്റീവ് വെക്ടർ കൺട്രോൾ മെഷേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. then പ്രോപ്പർ ആയിട്ട് കേസ് മാനേജ് സസ്പെക്ട് ചെയ്യും, ഒരു ഹൈ എൻഡ് കെയറും കേസ് മാനേജ്മെന്റും വേണം. ടൈംലി ഐഡന്റിഫിക്കേഷൻ ഓഫ് കോംപ്ലിക്കേഷൻസ് ആൻഡ് റെഫറൽ സർവീസ്, അതായത് ഒരു സ്ട്രോങ് റെഫറൽ സിസ്റ്റം വേണം. അതിനകത്ത് ടെർഷറി കെയർ ലെവൽ ഫെസിലിറ്റീസ് ഉള്ള സ്ഥലത്തേക്ക് ശരിക്കും പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് കേസസിന് മാനേജ് ചെയ്യണം. ഫോളോഡ് ബൈ റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ് ഉണ്ടാവണം. കാര്യം 1/3 മോർട്ടാലിറ്റി വരികയും 1/3 ഒരു എന്താ എൻകെഫലൈറ്റിസ് ഇൻഡ്യൂസ്ഡ് കോംപ്ലിക്കേഷൻസ് വരാന്നുള്ളത് കൊണ്ട് തന്നെ ലൈഫ് ലോങ് സപ്പോർട്ട് വേണ്ടി വരും. Then along with that they have included sanitation, safe drinking water, even the strengthening of the immunity of the children by preventing malnutrition. That is also included. Management നോക്കിയാൽ there is no specific treatment, only supportive care is available. അപ്പോൾ high level of suspicion, good nursing care and supportive care ആണ് ഇതിനകത്ത് വേണ്ടത്. If you are suspecting JE, do not wait for the confirmatory result because it will take time. നിങ്ങളൊരു 1 to 6 ഡേയ്സിനുള്ളിലാണ് സിംറ്റംസ് വന്നാൽ പ്രോഗ്രാം സിംറ്റംസ് 1 to 6 ഡേയ്സ് ലാസ്റ്റ് ചെയ്യും. യൂഷ്വലി ഒരു നമ്മുടെ ഒരു സിസ്റ്റത്തിൽ മാനേജ് ചെയ്യുന്ന എങ്ങനെയാണ്, പനിയായിട്ട് വന്നാൽ 1-2 ദിവസം അവർ വീട്ടിൽ ഇരുന്ന് മാനേജ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് കൊടുക്കും. അപ്പൊ ബൈ ദ ടൈം പേഷ്യന്റ് റിപ്പോർട്ട്സ് വിത്ത് സിവിയർ ടോക്സിക് സിംറ്റംസ്, ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ കെയർഫുൾ ആയിട്ട് നോക്കിയില്ലെങ്കിൽ നമുക്ക് ഡയഗ്നോസ് മിസ് ചെയ്ത് പോകാൻ അത് വരരുത്. പിന്നെ IP കെയർ തന്നെ വേണ്ടി വരാം. If you come to vector control, ഞാൻ നേരത്തെ പറഞ്ഞു കേസ് മാനേജ്മെന്റ് ടെർഷറി കെയർ ഓർ ഹൈ എൻഡ് കെയർ തന്നെ നമുക്ക് കൊടുക്കേണ്ടി വരും. പക്ഷെ വെക്ടർ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം സോഴ്സ് റിഡക്ഷൻ അത്രയും ഒന്ന് ഫീസിബിൾ അല്ല. പക്ഷെ ഈ പാഡി ഫീൽഡ്സിലൊക്കെ ആൾട്ടർനേറ്റീവ് ഇറിഗേഷൻ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. കമ്പോസിറ്റ് ഫിഷ് കൾച്ചർ മസ്കിറ്റോ കൺട്രോൾ ആക്ടിവിറ്റീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസെക്ടിസൈഡ് റെസിഡ്യൂൾസ്, ഇൻഡോർ ഇൻസെക്ടിസൈഡ് റെസിഡ്യൂൾ ഇൻസെക്ടിസൈഡ് സ്പ്രേ ഇഫക്റ്റീവ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇൻസൈഡ് ദി ഹൗസ്, ഔട്ട്സൈഡ് ദ ഹൗസ്, അറൌണ്ട് ദ വെജിറ്റേഷൻസ്, ബ്രീഡിംഗ് സൈറ്റ്സ് ആൻഡ് ആനിമൽ ഷെൽട്ടേഴ്സ് എല്ലാം കവർ ചെയ്യണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മസ്കിറ്റോയുടെ ഫ്ലൈറ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ up to 2 to 3 കിലോമീറ്റേഴ്സ് വരാം. അതുകൊണ്ട് തന്നെ ഒരു അഫക്റ്റഡ് ഡിസ്ട്രിക്ട് ഉണ്ടെങ്കിൽ, അഫക്റ്റഡ് വില്ലേജ് ഉണ്ടെങ്കിൽ നമ്മൾ അഫക്റ്റഡ് വില്ലേജ് ചെയ്യുകയും അതിന്റെ നിയർ ബൈ 2 to 3 കിലോമീറ്റർ റേഡിയസിലുള്ള വില്ലേജസിലൂടെ ഈ എല്ലാ വെക്ടർ കൺട്രോൾ ആക്ടിവിറ്റീസ്, ഒരു കേസ് വരുന്ന ഒരു വില്ലേജിലാണെങ്കിലും അതിന്റെ ചുറ്റുമുള്ള ആ വില്ലേജിലെ വെക്ടർ കൺട്രോൾ ആക്ടിവിറ്റീസ് മെറ്റിക്കുലസ് ആയിട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ 2 to 3 കിലോമീറ്റർ റേഡിയസിൽ വരുന്ന മറ്റു വില്ലേജസിലൂടെ കവർ ചെയ്യുന്നതിന് മസ്കിറ്റോയുടെ ഫ്ലൈറ്റ് റേഞ്ച് അത്ര ഉള്ളതുകൊണ്ട്. ദെൻ ഫോഗിംഗ് ഓപ്പറേഷൻസ് ഇഫക്റ്റീവ് ആണ്. അൾട്രാ ലോ ഇൻസെക്ടിസൈഡൽ ഫോഗിംഗ്, ഏരിയൽ ഫോഗിംഗ് ആസ് വെൽ ആസ് ഗ്രൗണ്ട് ഫോഗിംഗ് വേണം ഈ വെക്ടർ കൺട്രോൾ ചെയ്യാൻ. These are to be done as a നമ്മുടെ എപ്പിഡമിക് കണ്ടെയ്ൻമെന്റ് ആക്ടിവിറ്റി. പക്ഷേ മസ്കിറ്റോ വെക്ടർ സർവീലൻസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയും എക്സ്റ്റേണൽ ഡെൻസിറ്റി വ്യത്യാസം വരുമ്പോൾ ത്രഷോൾഡ് ലെവൽ മേലിൽ പോയാലെല്ലാം അവിടെ തന്നെ ഈ കൺട്രോൾ ആക്ടിവിറ്റീസ് നടത്തണം. ദെൻ പേഴ്സണൽ പ്രൊട്ടക്ഷൻ. കാരണം ക്യൂലെക്സ് മസ്കിറ്റോ ആണ് ഇത്, ഒരു പുറത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന മസ്കിറ്റോ ആണ്, അനിമൽസിനെ ബൈറ്റ് ചെയ്ത് അനിമലിനെ ഫീഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന മസ്കിറ്റോ ആണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും വീട്ടിനകത്ത് നിന്ന് മസ്കിറ്റോ ബൈറ്റ് കിട്ടുന്നേക്കാളേറെ പുറത്ത് കിട്ടാനാണ് സാധ്യത. അതുകൊണ്ട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് യൂസ് ചെയ്യുന്നതിന് വളരെയധികം റോളുണ്ട്. വീട്ടിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിപ്പലൻസ് യൂസ് ചെയ്യാം, മസ്കിറ്റോ നെറ്റ്സ് യൂസ് ചെയ്യാം. ദെൻ ഡ്രസ്സിങ്, ഫുൾ സ്ലീവ് ലൈറ്റ് കളർ ഡ്രസ്സിങ് പുറത്ത് പോകുമ്പോൾ അതും വൈകിട്ടും, അതായത് ഇത് വൈകിട്ട് സമയങ്ങളിൽ കടിക്കുന്ന മസ്കിറ്റോ ആണ്. അതുകൊണ്ട് തന്നെ വൈകിട്ട് മസ്കിറ്റോ ആക്ടിവിറ്റി ഉള്ള സമയത്ത് കഴിവതും പുറത്ത് ആ ഒരു മൂവ്മെന്റ് കുറയ്ക്കുക. ഇപ്പൊ നമുക്ക് വലിയൊരു പ്രോബ്ലം ഇല്ലായിരിക്കും, ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് എല്ലാവരും വീട്ടിനകത്ത് തന്നെയായിരിക്കും. പക്ഷേ യൂഷ്വൽ ആക്ടിവിറ്റി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു കെയർഫുൾ ആയിരിക്കേണ്ടതാണ്. ദെൻ പിഗ് കൺട്രോൾ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പിഗ്സിനെ നോക്കുന്ന ആൾക്കാരെല്ലാം തന്നെ വീടിനോട് ചേർന്ന് പിഗറീസ് കീപ്പ് ചെയ്യരുത്. അതായത് 25 മീറ്ററെങ്കിലും അകലെ മാത്രം പിഗറീസ് വേണം. ദെൻ അനിമൽ വാക്സിനേഷൻ ട്രൈ ഔട്ട് ചെയ്യാം വെറ്ററിനറി ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടുകൂടി. ദെൻ ഒരു ഔട്ട്ബ്രേക്ക് ഉള്ള ഒരു ഏരിയയിലാണെങ്കിൽ നമ്മൾ വെറ്ററിനറി സർവീലൻസ് ചെയ്യുക. ഇൻഫെക്റ്റഡ് പിഗ്സിനെ സ്ലോട്ടർ ചെയ്യേണ്ടത്. Then come to vaccination. നമ്മൾ ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന UIP-യുടെ പാർട്ടായിട്ട് നമ്മുടെ ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിൻ ആണ്. 2 ഡോസസ് കൊടുക്കുന്നത് ഓൾമോസ്റ്റ് 100% ഇഫക്റ്റീവ് ആയിട്ടുള്ള വാക്സിൻ ആണ്. ഇപ്പോൾ വാക്സിനേഷൻ കവറേജ് ഇപ്പോൾ എൻഡമിക് ഏരിയാസിലും എൻഡമിക് ഡിസ്ട്രിക്റ്റിൽ മാത്രമേ ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളൂ. വാക്സിൻ ഹൈലി ഇഫക്റ്റീവ് അഗൈൻസ്റ്റ് ദിസ് തിങ് കോൺട്ര അലർജിക് പേഷ്യൻസ്.
അതായത് പ്രീവിയസ് ഡോസിന് അലർജി ഉള്ളത് പ്രഗ്നൻസി ആണ് വാക്സിൻ കൊടുക്കാനായിട്ട് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലെസ് ദാൻ 15 ഇയേഴ്സിലെ ആൾക്കാർക്ക് ആണ് ഇപ്പം വാക്സിനേഷൻ കൊടുക്കുന്നത്. ഇപ്പം ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ആസ് എ കമ്പോണന്റ് ഓഫ് UIP വാക്സിനേഷൻ പ്രോഗ്രാം. ജനങ്ങളെ അവെയർ ആക്കുക, കമ്മ്യൂണിറ്റി അവെയർ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. കമ്മ്യൂണിറ്റിയുടെ ഇൻവോൾവ്മെന്റോട് കൂടി വെക്ടർ കൺട്രോൾ ആക്ടിവിറ്റീസ് നടത്തി അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന കാര്യം. ഇത് വളരെ ഇപ്പം നമ്മുടെ ഡെങ്കി പോലെയോ അല്ലെങ്കിൽ കോവിഡ് പോലെയോ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഒരു വീട്ടിൽ വന്ന് അടുത്ത വീട്ടിൽ അങ്ങനെ കാണത്തില്ല. പക്ഷെ ഇത് വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റിനെ സംബന്ധിച്ച് വന്നയാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു 30% മോർട്ടാലിറ്റി ചാൻസ് ഉള്ള ഒരു ഡിസീസ് ആണ്, 30% ലൈഫ് ലോങ് മോർബിഡിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു ഡിസീസ് ആണ്. ആ ഒരു ത്രെട്ട് കൂടെ അവരെ അറിയിച്ചിട്ട് വേണം അവരുടെ ഒരു ഇൻവോൾവ്മെന്റോടുകൂടി ചെയ്താൽ വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇതിനോടൊപ്പം ഒന്ന് രണ്ട് സ്ലൈഡ് സർവീലൻസിനെ പറ്റി. എല്ലാ നമ്മളിപ്പോ നോക്കുമ്പോൾ ഇപ്പം JE ആയിരുന്നാലും വെസ്റ്റ്നൈൽ ഫീവർ ആയിരുന്നാലും ബാക്കി എൻകെഫലൈറ്റിസ്, വൈറൽ എൻകെഫലൈറ്റിസ് നോക്കിയാൽ among the viral encephalitis this is one of the most commonly recognized viral encephalitis. JE is the most common recognized viral encephalitis, preventable viral encephalitis, but it is indistinguishable from other forms of encephalitis. അതുകൊണ്ട് ഇവിടെ എൻകെഫലൈറ്റിസ്, അക്യൂട്ട് എൻകെഫലൈറ്റിസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല JE ആണോ മറ്റേതാണോ എന്നുള്ളത്. പക്ഷെ JE സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പ്രിവെന്റീവ് ഇന്റർവെൻഷൻ ഉണ്ട്, പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ എൻകെഫലൈറ്റിസും ട്രീറ്റ് ചെയ്യണം, പക്ഷെ ഒരു ഇന്റർവെൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഹൈ സസ്പിഷൻ വേണം. ഈവൻ എൻഡമിക് ഏരിയയിലെ ഹൈ റിസ്ക് പോപ്പുലേഷൻ, അതായത് ചൈൽഡ് പോപ്പുലേഷനെ ഫുള്ളി വാക്സിനേറ്റഡ് ആണെന്ന് എൻഷുർ ചെയ്യണം. ഇതാണ് നമ്മുടെ ICMR അല്ലെങ്കിൽ NCDCയുടെ കേസ് ഡെഫിനിഷൻ. കാര്യം any acute onset of fever with changing mental status or new onset seizure ഉണ്ടെങ്കിൽ that is to be diagnosed as acute encephalitis syndrome, most probably GE. അപ്പൊ പനി വന്നിട്ട് ചേഞ്ച് ഇൻ മെന്റൽ സ്റ്റാറ്റസ് ഓർ ന്യൂ ഓൺസെറ്റ് സീഷർ. ഇപ്പം അഡൽട്സിനൊക്കെ ആണെങ്കിൽ സീഷർ വരുവാണെങ്കിൽ, കുട്ടികൾക്ക് ഫെബ്രൈൽ സീഷർ നമുക്കറിയാം, ബട്ട് മെന്റൽ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തപ്പോ 5 ഇയേഴ്സിന് അല്ലെങ്കിൽ പിന്നെ ഫെബ്രൈൽ സീഷർ അല്ലാതെ ഒരു ഓൺസെറ്റ് സീഷറും വന്ന് മെന്റൽ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തു അല്ലെങ്കിൽ ഈവൻ ഫീവർ വിത്ത് ഐദർ ചേഞ്ച് ഇൻ മെന്റൽ സ്റ്റാറ്റസ് ഓർ ന്യൂ ഓൺസെറ്റ് സീഷർ ഉണ്ടെങ്കിൽ JE ആയിട്ട് തന്നെ നോക്കുക. പക്ഷെ അതിനോടൊപ്പം നമുക്ക് എന്തെങ്കിലും other laboratory serological findings ഉണ്ടെങ്കിൽ that to be taken as probable dengue. JE സർവീലൻസ് നമുക്ക് എപ്പോഴും entomological സർവീലൻസ് നടത്തണം, വെറ്റിനറി ബേസ്ഡ് സർവീലൻസ് വേണം, എപ്പിഡെമോളജിക്കൽ സർവീലൻസ് വേണം. ഫെബ്രൈൽ സീഷേഴ്സ് ഒരു ഔട്ടർ സെൻസറി സീഷർ ഉണ്ടെങ്കിൽ ഇത് സസ്പെക്ട് ചെയ്യുക, ജിയോഗ്രഫിക്കൽ സസ്പെക്ട് ചെയ്യുക. ദെൻ നമുക്കൊരു പ്രോബബ്ലി ജിയോഗ്രഫിക്കൽ ഒരു ഹൈ റിസ്ക് ഏരിയ എന്ന് വരുന്ന ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ പ്രീവിയസ് ആ ഏരിയ തന്നെ അല്ലെങ്കിൽ വിത്തിൻ 2 to 3 kilometers ഒരു കൺഫേംഡ് കേസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ടു ബി ടേക്കൺ ആസ് എ പ്രോബബിൾ JE. ആ പ്രോബബിൾ JE നമ്മൾ ഐദർ ബ്ലഡ് ഓർ CSF സ്പെസിമെൻ എടുത്ത് IgM നോക്കുക. IgM പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഈസ് ടു ബി ടേക്കൺ ആസ് കൺഫേം JE. IgM നെഗറ്റീവ് ആണെങ്കിൽ അതർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിലേക്ക് പോകും. അതിനകത്ത് വരുന്നതാണ് വെസ്റ്റ്നൈൽ ഫീവർ. ഇപ്പൊ പ്രോബബിൾ കേസസ് പറയുന്നത് എപ്പോഴും ഒരു ഹൈ റിസ്ക് ഏരിയ എന്ന് വരുന്ന ഒരു കേസാണ്. മറ്റേത് സസ്പെക്ട് നമുക്ക് ഡയഗ്നോസിസ് ആയിരിക്കും ചെയ്യുക, പക്ഷെ ഒരു ഡെങ്കി റിപ്പോർട്ട് ചെയ്തതോ അല്ലെങ്കിൽ ആ ഏരിയയിൽ ആ ഡിസ്ട്രിക്റ്റിലെ നിയർ ബൈ ഏരിയയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോബബിൾ JE ആയിട്ട് തന്നെ മാനേജ് ചെയ്യുക. ഇത് AE സർവീലൻസിന്റെ ഫോമാറ്റ് ആണ്. ഫീവർ വിത്ത് ഔട്ടർ സെൻസോറിയം വന്നാൽ ഇറ്റ് ഈസ് ടു ബി informed, it is to be notified and informed to the higher authorities, and within 3 days of onset case investigation complete ചെയ്ത് സ്പെസിമെൻസ് എടുക്കുക. നെക്സ്റ്റ് 7 days തന്നെ സെറോളജിക്കൽ കൺഫർമേഷൻ കൊണ്ടുവരാം. ലൈൻ ലിസ്റ്റ് ചെയ്ത് കണ്ടെയ്ൻമെന്റ് കമ്മ്യൂണിറ്റി ലെവൽ കണ്ടെയ്ൻമെന്റ് ആക്ടിവിറ്റീസ് ടു ബി സ്റ്റാർട്ടഡ് അലോങ് വിത്ത് കേസ് മാനേജ്മെന്റ്. ഇത് ഫോമാറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ഇതാണ് ഒരു റിപ്പോർട്ടിംഗ് ഡയറക്ഷൻ. അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ടു ബി റിപ്പോർട്ടഡ് ത്രൂ ദ DMO ടു ദ സ്റ്റേറ്റ് സർവീലൻസ് ഓഫീസർ ടു ദ NUPDCP റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതുവരെ പറഞ്ഞ JEയുടെ എനിക്ക് തോന്നുന്നു ഇരട്ട സഹോദരന് വേണമെങ്കിൽ പറയണം. ഇതിന് വെസ്റ്റ്നൈൽ ഫീവറിലോട്ടാണ് പോവുക. കാര്യം ഇത് ഈ ഒരു 1937 ഫസ്റ്റ് കേസ് ഉഗാണ്ടയിലെ വെസ്റ്റ്നൈൽ പ്രൊവിൻസിൽ നിന്നാണ് ഡിറ്റക്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഇത് വെസ്റ്റ്നൈൽ ഫീവർ എന്ന് പറഞ്ഞത്. ഇതിന് കുറെ ഫീച്ചേഴ്സ് JEയുടെ കുറെ ഫീച്ചേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു JE ഡിറ്റക്ട് ചെയ്താൽ നമ്മുടെ ഒരു കോണ്ടക്സ്റ്റില് JE വരാവുന്ന എല്ലാ ഏരിയയിലും
വെസ്റ്റ്നൈൽ വരാം. അതുകൊണ്ട് തന്നെ ജെഇ പ്രോബബിൾ ഡയഗ്നോസിസ് നമ്മൾ IgM ജെഇ നെഗറ്റീവ് ആയാൽ അടുത്ത് നമ്മൾ വെസ്റ്റ്നൈൽ ഡയഗ്നോസ് ചെയ്തക്ക ലെവലിലേക്ക് നമ്മുടെ ഒരു സിസ്റ്റം ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രോട്ടോകോളിലേക്ക് പോകേണ്ടി വരും. കാര്യം ഇതൊരു സൂണോട്ടിക് ഡിസീസ് ആണ്. ഇവിടെ ബേർഡ്സ് ആണ്. ബേർഡ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ എന്താ ഈ കാക്കയുടെ ഗ്രൂപ്പിൽപ്പെട്ട ബേർഡ്സ് ആണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ കാക്ക വളരെയധികം എന്താ നമ്മുടെ ജീവിതമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു പക്ഷി ആയതുകൊണ്ട് തന്നെ വരാനുള്ള സാധ്യത നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത് ജെഇ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസ് തന്നെയാണ് ഇതും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ക്യൂലെക്സ് വിഷ്ണുവെ ഗ്രൂപ്പ്. ഇവിടെ ഒരു നാച്ചുറൽ സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബേർഡ്സിനും മസ്കിറ്റോ സൈക്കിൾ ആണ്. ഹ്യൂമനും ഹോഴ്സ് ആൻഡ് അതർ മാമൽസ് ആർ ആക്ച്വലി ഡെഡ് ആൻഡ് പോസ്റ്റ്. അപ്പം ജെഇയുടെ കുറെ ക്യാരക്ടേഴ്സ് ആണ്. സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണ് ജെഇ വൈറസും, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണ്. രണ്ടും ഫ്ലേവി വൈറസ് ഇൻഫെക്ഷൻസ് ആണ്. അതുകൊണ്ട് ഫ്ലേവി വൈറസ് വരുന്ന ബാക്കി ഡെങ്കി, യെല്ലോ ഫീവർ, സിഗ ഒക്കെ അതിനകത്ത് യെല്ലോ ഫീവർ ഒഴികെ സിഗ നമ്മളൊരു എന്താ എമർജിംഗ് ഡിസീസ് ആയിട്ട് നിൽക്കുന്നത്. ഡെങ്കി വളരെ കോമൺ ആണ്. ജെഇ നമുക്കുണ്ട്. ഇപ്പോ എന്താ വെസ്റ്റ്നൈൽ ഫീവർ നമ്മുടെ ഒരു ത്രെട്ട് ആണ്. ഈ ഫ്ലേവി വൈറസസിന് ഒരു പെക്യൂലിയാരിറ്റി, ഇത് ആന്റിജനിക്കലി റിലേറ്റഡ് ആണ്. അതുകൊണ്ട് സിറോളജിക്കലി ക്രോസ് റിയാക്ഷൻസ് ഒബ്സർവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി, ഇപ്പൊ ഈവൻ വാക്സിൻ ഇൻഡ്യൂസ്ഡ് ഇമ്മ്യൂണിറ്റിയും ക്രോസ് ഒരു ഇമ്മ്യൂണിറ്റി പ്രൊട്ടക്ഷൻ, പാർഷ്യൽ പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് അതർ ഫ്ലേവി വൈറസ് ഡിസീസസ് കിട്ടുന്നതാണ് പബ്ലിക്കേഷൻസിലൊക്കെ കാണുന്നത്. ഇതാണ് ഒരു നാച്ചുറൽ സൈക്കിൾ. നേരത്തെ ഒരു നാച്ചുറൽ സൈക്കിൾ കാണിച്ചു. അതിനകത്ത് ബേർഡ്സ്, മസ്കിറ്റോ, പിഗ്സ്, അതാണ് നാച്ചുറൽ സൈക്കിൾ. അതിനകത്ത് പിഗ്സ് ആക്സസ് ദ ആംപ്ലിഫൈയിങ് ഹോസ്റ്റ് ആൻഡ് ഹ്യൂമൻ ബീയിങ്സ് ഹോസ്റ്റ് ആർ ദി ഡെഡ് ആൻഡ് ആക്സിഡന്റൽ ഹോസ്റ്റ് ആണ്. വെസ്റ്റ്നൈൽ ഫീവറിനെ സംബന്ധിച്ചിടത്തോളം പിഗ്സ് വരുന്നില്ല, ഈ ബേർഡ്സ് തന്നെയാണ് ആംപ്ലിഫൈയിങ് ഹോസ്റ്റ് ആസ് വെൽ ആസ് ദ നാച്ചുറൽ ഹോസ്റ്റ് ഓഫ് ദിസ് വൈറസ്. അതുകൊണ്ട് ബേർഡ്സിനിടയ്ക്ക് തന്നെ ഈ വൈറസ് സർക്കുലേറ്റ് ചെയ്യും, ഇത് ചെയ്യും. പക്ഷെ ബേർഡ്സിന് മാനിഫെസ്റ്റ് ചെയ്യും, അത് ചത്തുപോവുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ വെസ്റ്റേൺ കൺട്രീസിൽ, US-ലൊക്കെ അവര് ഇപ്പം ഈ ബേർഡ്സ് ചത്തു വീഴുവാണെങ്കിൽ അതിനെ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ KFD പറയുന്ന പോലെ അനിമൽ ഡെത്ത് ഒരു ട്രിഗർ ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് അവരെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ രീതിയിലേക്ക് ഇതൊരു വൈഡ് സ്പ്രെഡ് ആവുന്നതിന് മുന്നേ നമ്മളത് നോക്കേണ്ടി വരും. പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്മിഷൻ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ there are no person to person transmission by mosquitoes. But there are other routes. US-ലൊക്കെ ഇത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വഴി, ട്രാൻസ്പ്ലാസന്റൽ ആയിട്ടും ബ്രസ്റ്റ് ഫീഡിങ് വഴി, അല്ലെങ്കിൽ ലാബിൽ നിന്ന് കണ്ടാമിനേറ്റഡ് ആയിട്ടും ഒക്കെ കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വൈറസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റൂട്ട്സിലൂടെ തന്നെ വരാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോ അവിടെ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ് നമ്മുടെ വെസ്റ്റ്നൈൽ ഫീവർ സ്ക്രീനിങ്ങിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓർഗൻ ട്രാൻസ്പ്ലാന്റും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ മെയിൻ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ ഇസ് ത്രൂ ദ മസ്കിറ്റോസ്. ക്യൂലെക്സ് വിഷ്ണുവെ ഗ്രൂപ്പ് ആണ് നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് എക്സ്റ്റൻസീവ് ഇൻക്യുബേഷൻ പീരീഡ് 9 to 12 വീക്സ് ആണ്. ഇതിന്റെ ഫ്ലൈറ്റ് റേറ്റ് 3 കിലോമീറ്റേഴ്സ് വരെ പോവാം. വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ റിപ്പോർട്ടഡ് ആണ് മദർ ടു ചൈൽഡ്. അതായത് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എമംഗ് ദ മസ്കിറ്റോ, ഒരു ട്രാൻസ്ഒവേറിയൽ ട്രാൻസ്മിഷൻ റിസ്ക് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഡെങ്കി നമ്മുടെ ഫ്ലേവി വൈറസ് ആണ്, ഈഡിസ് മസ്കിറ്റോ ആണ്. പക്ഷേ ജെഇയും വെസ്റ്റ്നൈലും ക്യൂലെക്സ് മസ്കിറ്റോ ആണ്. ഇവിടെയും ട്രാൻസ്ഒവേറിയൽ ട്രാൻസ്മിഷൻ ഉണ്ട്. അതുകൊണ്ട് ഒരു പ്രാവശ്യം നമുക്ക് കേസ് റിപ്പോർട്ട് ചെയ്താൽ അവിടെയുള്ള ഇൻഫെക്റ്റഡ് വെക്ടേഴ്സ് അതിന്റെ എഗ്സിലൂടെ അടുത്ത ജനറേഷൻസിലോട്ട് ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇത് സൂബിലിക് ആണ്. അതായത് ബേർഡ്സിനെ ബൈറ്റ് ചെയ്യാനായിട്ടാണ് ഈ മസ്കിറ്റോ ഇഷ്ടപ്പെടുന്നത്. സൂബിലിക് മസ്കിറ്റോ ആണ്. അതുകൊണ്ട് ആ ബേർഡ്സ് മസ്കിറ്റോ സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യും. ഈ മസ്കിറ്റോ നേരത്തെ പറഞ്ഞ പോലെ പാഡി ഫീൽഡ്സ് ഏരിയസിലാണ് ഇത് ബ്രീഡ് ചെയ്യുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം these are the areas from where we actually got infection so far. ഇന്ത്യയിലെ എപ്പിഡമിയോളജി ആക്ച്വലി നമുക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ല. സീറോ സർവീലൻസിനകത്ത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ശതമാനത്തിന് വെസ്റ്റ്നൈൽ വൈറസിന്റെ ആന്റിബോഡീസ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഇനി ബേർഡ് പോപ്പുലേഷൻ, മൈഗ്രേറ്ററി ബേർഡ് പോപ്പുലേഷനിലാണ് ഈ ഒരു നാച്ചുറൽ സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നെങ്കിൽ നമുക്ക് വളരെയധികം, അതായത് ബേർഡ്സിന്റെ ലെവൽ ഓഫ് സസെപ്റ്റബിലിറ്റിയും അല്ലെങ്കിൽ ഏത് ടൈപ്പ് ബേർഡ്സ് ആണ്, റേഞ്ച് ഓഫ് ബേർഡ്സ് വിച്ച് ആർ ഇൻവോൾവ് ഇൻ ദ ട്രാൻസ്മിഷൻസ് വി ഡോണ്ട് നോ. ഇതൊരു ഡിസ്കഷൻ പോയിന്റ് ആണ്. അതായത് വെക്ടർ മസ്കിറ്റോ, ക്യൂലെക്സ് വിഷ്ണുവെ മസ്കിറ്റോ നമ്മുടെ അവിടെ വളരെ ധാരാളം ഉണ്ട്. വൈറസും വെസ്റ്റ്നൈൽ വൈറസ് ഈ ബേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബട്ട് വി ആർ നോട്ട് ഗെറ്റിംഗ് മാസീവ് ഔട്ട്ബ്രേക്സ് ലൈക്ക് ദാറ്റ് ഓഫ് ഡെങ്കി ആൻഡ് ഓൾ.
അതിനകത്ത് ഒന്ന് രണ്ട് അതിന് എക്സ്പ്ലനേഷൻസ് പറയുന്നത്, ഒന്ന് ഫ്ലേവി വൈറസ്, ഡെങ്കി ഫ്ലേവി വൈറസ് ആണ്. അത് വളരെയധികം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പ്രസൻസ് ഓഫ് അതർ ഫ്ലേവി വൈറസ്, ഒരു ക്രോസ് റിയാക്ടിവിറ്റി വരാം. അതുകൊണ്ട് തന്നെ ക്രോസ് ആന്റിബോഡി പ്രൊട്ടക്ഷനും വരാം. അതുകൊണ്ട് ബിറ്റ്വീൻ മെമ്പേഴ്സ് ഓഫ് ഫ്ലേവി വൈറസ്. അതുകൊണ്ടാവാം നമുക്കൊരു ഒരു ഔട്ട്ബ്രേക്ക് വെസ്റ്റ് നൈൽ ഫീവറിന്റെ വരാത്തത്. രണ്ടാമത് ഒരു സൂഫിലിക് ആണ്, സൂഫിലിക് വെക്ടർ ആണ്. പക്ഷെ ഇത് മൈഗ്രേറ്ററി ബേർഡ്സ് വഴിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൈഗ്രേറ്ററി ബേർഡ്സ് എപ്പോഴും മസ്കിറ്റോക്ക് ഫീഡ് ചെയ്യാൻ അങ്ങനെ കിട്ടണമെന്നില്ല. അതിന്റെ പോസിബിലിറ്റി വളരെ കുറവാണ്. രണ്ടാമത് അനിമൽ പോപ്പുലേഷൻ, മാമൽ പോപ്പുലേഷനെ സംബന്ധിച്ചിടത്തോളം മസ്കിറ്റോ ഇൻഫെക്റ്റഡ് ആണെങ്കിലും അതിന്റെ വൈറൽ ലോഡ് വളരെ കുറവാണെങ്കിൽ ഒരു മസ്കിറ്റോക്ക് ഒരു സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാൻ, ഒരു സോഴ്സ് ഓഫ് വൈറസ് ആയിട്ട് ആക്ട് ചെയ്യുന്നില്ല മാമൽസ്. അതുകൊണ്ടാണ് ഹ്യൂമൻ ബീയിങ്സും അതർ മാമൽസ് ആർ ആക്ച്വലി റിമൈനിങ് ആസ് ഡെഡ് ആൻഡ് ഹോസ്റ്റ്. ഹൈ റിസ്ക് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഈ പാഡി ഫീൽഡ്സിൽ വർക്ക് ചെയ്യുന്നവരും ഈ പിന്നെ ഫോറസ്റ്റേഴ്സ്, അങ്ങനെ ഗാർഡനേഴ്സ്, അങ്ങനെയുള്ളവർക്കാണ്. അതായത് ഈ മസ്കിറ്റോ ബൈറ്റ് ചെയ്യാൻ സാധ്യതയുള്ള എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് റിസ്ക് കൂടുതൽ. ദെൻ ഇമ്മ്യൂണോ സപ്രസ്ഡ് പീപ്പിളിനാണ് എൽഡർലി പോപ്പുലേഷൻ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പ്രഗ്നൻസി ഈസ് എ റിസ്ക് ഏരിയ. ഇത് നേരത്തെ നമ്മൾ ജെയിൽ പറഞ്ഞു 1 in 1000 ആണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ജെയി പോലെ തന്നെ ഇവിടെയും ഒരു മൈൽഡ് ഡെങ്കിലേക്ക് സിംപ്റ്റം ആണ് വരുന്നത്. 80% എസിംപ്റ്റമാറ്റിക് ആയിരിക്കും. റിമൈനിങ് 20%-നാണ് ഡെങ്കി ലൈക്ക് ഒരു ഫീവർ, മൈൽഡ് ഫീവർ ആയിട്ട് വരുന്നത്. പക്ഷെ ലെസ് ദാൻ 1%-ന് സിവിയർ മെനിഞ്ചോ എൻകെഫലൈറ്റിസിലോട്ട് പോവാം. വേറെ കേസ് ഫെറ്റാലിറ്റി ക്യാൻ ബി അപ് ടു 10%. ഈ ഇൻക്യുബേഷൻ പീരീഡ് ജെയി പോലെ തന്നെ 2 weeks ആണ്. 20% മൈൽഡ് മാനിഫെസ്റ്റേഷൻ വരുന്നത് ഫീവർ, ഹെഡേക്ക്, ടയർഡ്നെസ്, ഏക്സ് ആൻഡ് പെയിൻസ്, നോസിയ, വോമിറ്റിംഗ്. അതായത് ഒരു ഡെങ്കി ലൈക്ക് സിൻഡ്രോം. യൂഷ്വലി ലാസ്റ്റ് 5 to 6 days ആണ്. ഒരു ഡെങ്കി പോലെ തന്നെ ക്ലിയർ ചെയ്തങ്ങ് പോകും. പക്ഷെ ലെസ് ദാൻ 1%-ന് ന്യൂറോ ഇൻവേസീവ് ഡിസീസിലേക്ക് പോയിട്ട് നെക്ക് സ്റ്റിഫ്നെസ്, സ്റ്റൂപ്രസ്, അതായത് മെനിഞ്ചോ എൻകെഫലൈറ്റിസും സിംപ്റ്റംസ് എല്ലാം ഡെവലപ്പ് ചെയ്യാം. അപ്പൊ ഈ വെസ്റ്റ് നൈലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അക്യൂട്ട് എൻകെഫലൈറ്റിസ് സിൻഡ്രോം ആയിട്ട് പ്രസന്റ് ചെയ്യും. ജെയും അക്യൂട്ട് എൻകെഫലൈറ്റിസ് സിൻഡ്രോം ആയിട്ട് പ്രസന്റ് ചെയ്യും. അപ്പോ ജെയി നെഗറ്റീവ് ആയവര് വെസ്റ്റ് നൈൽ ആകാനൊരു സാധ്യതയുണ്ട്. ഡയഗ്നോസിസ് ജെയിക്ക് പറഞ്ഞതുപോലെ തന്നെ IgG, 4-fold rise in IgG after 3 weeks of IgM on the 8th day onwards. Then viral RNA നമുക്ക് RT-PCR വഴി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. Here also there is no established treatment. ഇവിടെയും ഒരു ഹൈ എൻഡ് സപ്പോർട്ടീവ് കെയർ ആണ് വേണ്ടി വരിക. Then vaccines, നമുക്ക് so far animal vaccines നമുക്ക് വേൾഡിൽ അവൈലബിൾ ആണ്. പക്ഷെ ഹ്യൂമൻ വാക്സിൻസ്, ഇത്രയും വാക്സിൻസ് ആണ് ട്രയലിൽ ഇരിക്കുന്നത്. മിക്കവാറും എല്ലാ വാക്സിനും more than 80% or 90% പ്രൊട്ടക്ഷൻ ഓഫർ ചെയ്യുന്നത്. ബട്ട് ഇതെല്ലാം phase 1 or phase 2 ട്രയലിലേക്ക് ട്രയൽ ലെവല് വന്നിട്ടേ ഉള്ളൂ, ട്രയലിലേക്ക് ആയിട്ടേ ഉള്ളൂ. അതായത് phase 3 ട്രയലിലോട്ട് ട്രയൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത ഒരു വാക്സിനും എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ പോപ്പുലേഷൻ യൂസിനായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ, വെക്ടർ കൺട്രോൾ ആക്ടിവിറ്റീസ്, പിന്നെ വെക്ടർ കൺട്രോൾ ആക്ടിവിറ്റീസ്, വെറ്റിനറി സർവീലൻസ്, AES സർവീലൻസ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ടൂള്. ഇപ്പൊ വെസ്റ്റ് നൈൽ വൈറസ് മിക്കവാറും 138 ബേർഡ് സ്പീഷീസ് എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും ഒരു വൈഡ് ആയിട്ട് പോപ്പുലേഷൻ, ബേർഡ് പോപ്പുലേഷൻ ഇടയ്ക്ക് ഇത് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു നാച്ചുറൽ സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സർവീലൻസ് ഞാൻ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ജെഇ സർവീലൻസിന്റെ ഒരു കമ്പോണന്റ് ആയിട്ട് തന്നെ AES സർവീലൻസ് പോകണം. കാര്യം AES സർവീലൻസിന് ഒരു ഡയഗ്നോസിസ് ജെഇ ആണെങ്കിൽ മറ്റേ ഡയഗ്നോസിസ് വെസ്റ്റ് നൈൽ ഇതിനകത്തോട്ട് തന്നെ പോകണം. ജെഇ കൺട്രോൾ ആക്ടിവിറ്റീസ് തന്നെ വെസ്റ്റ് നൈലിനെ പ്രിവെന്റ് ചെയ്തുകൊള്ളും. കാര്യം മസ്കിറ്റോ സെയിം മസ്കിറ്റോ ആണ്, സെയിം എൻവയോൺമെന്റിലാണ് ബ്രീഡ് ചെയ്യുന്നത്, സെയിം ക്യാരക്ടേഴ്സ് ആണ്. രണ്ടാമത്തെ ഒരു കാര്യം, ജെഇയെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്സിൻ ഉണ്ട്. അപ്പോൾ ജെഇ വാക്സിനേഷൻ വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയും ഓൾമോസ്റ്റ് എല്ലാ സസെപ്റ്റബിൾസിനും ഇമ്മ്യൂണൈസ് ചെയ്യുകയും ചെയ്താൽ ഈ ഫ്ലേവി വൈറസസിന് ഒരു ക്രോസ് റിയാക്ടിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഒരു ജെഇ വെസ്റ്റ് നൈലിനും ഒരു പാർഷ്യൽ പ്രൊട്ടക്ഷൻ ജെഇ വാക്സിനേഷൻ കൊണ്ട് കിട്ടാമെന്നുള്ളൊരു ഒരു സയന്റിഫിക് എവിഡൻസ് ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ജെഇയെ പ്രിവെന്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വെസ്റ്റ് നൈല് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഇപ്പോ വെക്ടർ മാനേജ്മെന്റ് ഞാൻ ജെഇക്ക് എന്തൊക്കെ പറഞ്ഞു അതൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇന്റർമീഡിയറ്റ് ഇറിഗേഷൻ ചെയ്യാം, നമുക്ക് റെസിഡ്യൂ ഇൻസെക്ടിസൈഡ് സ്പ്രേ യൂസ് ചെയ്യാം, ഫോഗിംഗ് ഓപ്പറേഷൻസ് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻക്ലൂഡിംഗ് ഇൻഡോർ, ഔട്ട്ഡോർ ആസ് വെൽ ആസ് അനിമൽ ഷെൽട്ടർ ഏരിയാസ് ചെയ്യണം. രണ്ടാമത് വെസ്റ്റ് നൈൽ ഫീവർ ആണെങ്കിലും ജെഇ ആണെങ്കിലും അഫക്റ്റഡ് വില്ലേജ് മാത്രമല്ല അതിന്റെ ചുറ്റുമുള്ള 1-3 കിലോമീറ്റേഴ്സ് റേഡിയസിൽ വരുന്ന വില്ലേജസിലൂടെ സർവീലൻസിൽ വെക്കുകയും കോൺസ്റ്റന്റ് ആയിട്ട് മോണിറ്ററിങ് ചെയ്യണം. ഇത്രയാണ് ജെഇ
വെസ്റ്റ് നൈലിനെ പറ്റി എനിക്ക് പറയാനുള്ളത്